കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വേടനെതിരെ ഒരു ഡോക്ടർ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതേ കണക്ക് തന്നെ ശാരീരികമായിട്ടൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. കല്യാണം കഴിക്കാമെന്നുള്ളൊരു വാഗ്ദാനം തന്നിട്ടാണ് ഞങ്ങൾ ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടത്. പക്ഷേ എന്നെ വഞ്ചിച്ചു എന്നുള്ളൊരു കാര്യവും പറഞ്ഞിട്ട് ആ ഒരു യുവതി പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രകാരം ഇപ്പം വേടനെതിരെ കേസും കാര്യങ്ങളൊക്കെ നടക്കുവാണ്. പക്ഷേ പുള്ളിക്കാരൻ ഒളിവിലാണ്. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ ഒരു ഇൻ്റർവ്യൂ പോലെ ആ ഒരു യുവതി വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ വേടനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഇവരെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നുള്ളൊരു കാര്യം, അതുപോലെ തന്നെ വേടൻ ബാക്കിയുള്ള സ്ത്രീകളെ പറ്റി പറയുന്നതും, അങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഇവർ പരിചയപ്പെട്ടത് ഇൻസ്റ്റാഗ്രാം വഴിയാണ്. കൊറോണ സമയത്തൊക്കെയാണ് പരിചയപ്പെടുന്നത്. ഇൻസ്റ്റാഗ്രാം വഴിയാണ്. അതിനുശേഷം നമ്പർ ഷെയർ ചെയ്യുന്നു, അങ്ങനെ ഇഷ്ടത്തിലാവുന്നു. പല പ്രാവശ്യം ചാറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം അവർ ഇഷ്ടത്തിലാവുകയും നേരിട്ട് കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് വേടനെതിരെ ഒരു മീറ്റു കേസൊക്കെ വരുന്നത്. അതിനെപ്പറ്റിയൊക്കെ വേടൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് എനിക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, എന്നെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുകയാണ്, മറ്റേ പാർട്ടിക്കാരാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് വേടൻ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു യുവതി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതിനുശേഷം തൻ്റെ അടുത്ത് കുറേയധികം സ്ത്രീകളെപ്പറ്റി മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിലും വേടന് പ്രത്യേകിച്ച് തടി കൂടിയ പെൺകുട്ടികളെ തീരെ ഇഷ്ടമല്ല. അവരെ എപ്പം കണ്ടാലും ബോഡി ഷേമിങ് ചെയ്യുക. ഈ ഒരു വേടൻ്റെ ഒരു ആരാധിക ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എപ്പം കണ്ടാലും ഇത് കണക്ക് ഭയങ്കരമായിട്ട് ബോഡി ഷേമിങ് ഒക്കെ ചെയ്യുക, ഭയങ്കര ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി എടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നും, അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികളെയും ജസ്റ്റ് ഒരു ഒബ്ജക്റ്റായിട്ട്, ഒരു വസ്തുവായിട്ട് മാത്രമാണ് കാണുന്നത്. അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളടുത്തും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഭയങ്കരമായിട്ടുള്ള താല്പര്യം ഈ ഒരു വേടനുണ്ട്. അതിന് താൻ സമ്മതിക്കുന്നില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ കുറേയധികം വഴക്കൊക്കെ പറയുമായിരുന്നു. താൻ എന്നെ സമ്മതിക്കുന്നില്ല, താൻ ടോക്സിക്കാണ്, എനിക്ക് മറ്റുള്ള പെൺകുട്ടികളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എന്തുകൊണ്ട് താൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് താനുമായിട്ട് വഴക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേയധികം സ്ത്രീകളെ പറ്റി, കൂടെ വർക്ക് ചെയ്യുന്നവരെ പറ്റിയൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും, അതുപോലെ തന്നെ തൻ്റെ അടുത്ത് ശാരീരികമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ വന്ന സമയത്ത് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് വേടൻ പറഞ്ഞു എന്ന്, തനിക്കെന്താ പേടിയാണോ, തൻ്റെ ശരീരം എന്തോ കാണാൻ കൊള്ളില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഉള്ള രീതിയിൽ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ വേറെ കുറേയധികം കാര്യങ്ങൾ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. നമുക്കത് ഈ ഒരു യൂട്യൂബിൽ പറയുന്നതിന് ഒരു പരിമിതി ഉള്ളതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റാതെ. നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് കാണണമെങ്കിൽ കാണാവുന്നതാണ്. അതിനകത്ത് കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് വേടൻ സ്വന്തം അമ്മയെപ്പറ്റി ഭയങ്കരമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബഹുമാനമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വേടൻ്റെ അമ്മയെ ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യമാണ്. ആരെങ്കിലും വേടൻ്റെ അമ്മയെപ്പറ്റി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ അവരെ ഉപദ്രവിക്കാൻ വരെ ശ്രമിക്കൂ എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു യുവതി പറയുന്നത്. ഇതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വന്ന സമയത്ത് വേടൻ പറയുന്നുണ്ടായിരുന്നു, ഒരു കോളേജ് പോലെയൊക്കെ തുടങ്ങാനുള്ള താല്പര്യമുണ്ട് ഒരു അംബേദ്കറിൻ്റെ രീതിയിൽ. പക്ഷേ അങ്ങനെയൊന്നുമല്ല. യഥാർത്ഥത്തിൽ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കുറേ പൈസ കിട്ടിക്കഴിഞ്ഞാൽ കുറേയധികം സ്ത്രീകളുമായിട്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ നടക്കുമെന്നൊക്കെ തൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ആ ഒരു യുവതി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. സോ എന്തായാലും ഒരു ഇൻ്റർവ്യൂ കുറേയധികം വേറെ കാര്യങ്ങളും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ ഫുള്ള് പോയി കാണാവുന്നതാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമുക്ക് ആ ഒരു പെൺകുട്ടി അങ്ങനെ വന്ന് പറയുന്ന കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതുവരെ പ്രൂവ് ആയിട്ടോ ഒന്നും തന്നെയില്ല. നമുക്ക് ഉറപ്പിച്ച് ഇതെല്ലാം സത്യമാണെന്നോ ഒന്നും തന്നെ പറയാനുള്ള ഒരു സാഹചര്യമല്ല ഉള്ളത്. എന്തായാലും ഈ ഒരു വന്ന ഇൻ്റർവ്യൂ ആണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ കുറേയധികം ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഇവർ പറഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയം ഞാൻ പറയാൻ കാരണം, ഇവരൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻ്റർവ്യൂവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. സോ ഇനി വേടൻ ഇതിനെന്തെങ്കിലും മറുപടി പറയുന്നോ എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കത്തുള്ളൂ.